ആനസ്ലി പോലെ കൊള്ളാം. ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഒരു ഫാമിലിക്കൊക്കെ ആയിട്ട് കണക്റ്റഡ് ആവും. ഒരു അമ്മ മകൻ ബോണ്ടൊക്കെ പടത്തിൽ ഭയങ്കര സംഗീത അർജുനായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ഒരു ഒറിജിനൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അത് മേക്ക് ചെയ്തേക്കുന്ന രീതിയൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അഭിലാഷിന്റെ എഴുത്തൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ ആ എഴുത്തിലൊക്കെ ഓരോ ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഓവറോൾ ഒരു വൺ ഡേ വാച്ചബിളായിട്ട് കാണാൻ പറ്റിയ പടം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് വളരെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മേക്കിംഗ്. പിന്നെ സാധാരണ സസ്പെൻസ് ത്രില്ലറിൽ കാണാത്ത അമ്മയുടെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞ ഒരു സംഭവം വല്ലാത്തൊരു സംഭവമാണ്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു സിനിമയാണ്. നല്ലൊരു എന്റർടൈനർ. അതെ അതെ അതെ. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ പ്രതീക്ഷിക്കാത്ത തരം ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അതാണ് വലിയൊരു സംഭവം. അഭിനയത്തിന്റെ കാര്യത്തിലായാൽ അർജുൻ അശോകൻ, അതേപോലെ തന്നെ നായിക അപർണ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സംഗീത മാഡം, കോട്ടയം നസീർക്ക, അസീസ്ക, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, സിദ്ദീഖ, നന്ദുച്ചേട്ടൻ, എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ്. വിനയൻ സാറിന് അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ മകൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ ആദ്യത്തെ ഒരു ഇതില്ല, നല്ലപോലെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് പ്രേക്ഷകർ കണ്ട് അതിനെ വിലയിരുത്താം. കാരണം എനിക്ക് 100% നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ ഫാമിലി ആയിട്ട് അത് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥ ഇങ്ങനെ ഒരു ത്രില്ലിങ്ങിലോട്ട്